ഇട്ടിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വെച്ചിട്ടായിരുന്നു ഞാൻ ചോദിച്ചിരുന്നത്. മനസ്സിലായി. എന്തായാലും അത് വർക്കാവും, കാരണം ആയതുകൊണ്ട് വർക്കാവും. ഇപ്പൊ സാധാരണ അക്കാഡമീസ് എങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇവിടെ കമാൻഡ് കൊടുത്തിട്ട് കമാൻഡ് പ്രോംപ്റ്റ് കൊടുത്ത് ആ പ്രോംപ്റ്റിൻ്റെ അകത്ത് നമ്മളൊരു IP അഡ്രസ് എല്ലാം കൊടുത്ത് വേറൊരു സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്ത് ആ സിസ്റ്റം ഓൺ ആണെങ്കിൽ മാത്രമേ ആക്സസും ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ നിങ്ങൾ 10 സ്റ്റുഡൻസിനും ഒരേ ID കൊടുത്താലും വർക്കാകത്തുമില്ല. ഓരോരുത്തർക്കും ഓരോ ID വേണം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ID കൊടുക്കാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ നിന്ന് മാസം 3000 രൂപ വെച്ച് വാങ്ങിക്കുകയും ചെയ്യും സിസ്റ്റത്തിന്. മനസ്സിലായോ? അപ്പൊ ഞാനിത് ഡയറക്റ്റ്ലി SAPയുടെ അവിടെ നിന്ന് എടുക്കുന്നതാണ്. മറ്റേ 3000 രൂപ കൊടുത്തിട്ട് നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്ന സിസ്റ്റവും ഇത് തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ എന്തിനാ നിങ്ങൾ അതുകൊണ്ടാണ് ആരുടെ നിന്നും കാശ് വാങ്ങാത്തത്, സിസ്റ്റത്തിന് വേണ്ടി എക്സ്ട്രാ പേയ്മെന്റ് ആരുടെ നിന്നും വാങ്ങാത്തത്. പിന്നെ ലിങ്കാണ് ഞാൻ അയച്ചിരുന്നത്. ബാക്കി അക്കാഡമീസിന് അത് പറ്റത്തില്ല. അവരോട് ചോദിച്ചാൽ മതി, ചുമ്മാ ഒന്ന് വിളിച്ച് ചോദിച്ചാലും പറയും സെർവറേ തരത്തുള്ളൂ എന്ന് പറയുള്ളൂ. സെർവർ ഇൻ ദ സെൻസ് റിമോട്ട് ആക്സസ്. ഇത് റിമോട്ട് ആക്സസ് അല്ല. ഓക്കെ, അപ്പൊ ഇന്നലെ നമ്മൾ ഓൺ പറഞ്ഞോളൂ. ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യണം. അല്ലെങ്കിൽ വീക്കെൻഡിൽ ഞാൻ ഈ പോർഷൻ ഫുള്ള് കവർ ചെയ്യാൻ വെച്ചിട്ട്. ഇല്ല, എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഇതിപ്പോ പഠിക്കുന്നത് നമ്മള് തിയറി മാത്രമല്ലല്ലോ, കുറെ ഒരു അതെ, ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് കോൺഫിഗറേഷൻ ആയതുകൊണ്ടും ഒരു കൈൻഡ് ഓഫ് ഒരു ഫൺ പാർട്ടാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സിസ്റ്റം നമ്മൾ പറയുന്നത് പോലെ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊരു കമാൻഡാണ് ഈ കാണിക്കുന്നതല്ല കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു കൈൻഡ് ഓഫ് നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ വരും, നമ്മൾ ചെയ്തത് കറക്റ്റ് ആവുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഓൺ ചേഞ്ച്, ഓൺ സേവ്, ഓൺ വ്യൂ, വാലിഡേറ്റ്, ഈ 4 റൂളും നമ്മൾ കണ്ടായിരുന്നു. 4 റൂളും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതലും ഈ റൂൾസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ളത്. പല പല സിറ്റുവേഷൻസ് അനുസരിച്ച് അത് ഏത് ചൂസ് ചെയ്യണമെന്ന് മാത്രമേ നിർബന്ധമുള്ളൂ. അപ്പോ ഇനി നമുക്ക് വർക്ക് ഫ്ലോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ ആ വർക്ക് ഫ്ലോ ഞാനിപ്പോൾ പഠിപ്പിക്കുന്നില്ല. ആ വർക്ക് ഫ്ലോ എന്ന് പറയുന്നത് അടുത്ത ഹൈ ലെവൽ കോൺഫിഗറേഷനിൽ പോകുമ്പോൾ നമുക്കൂടെ ഒരുമിച്ച് പഠിക്കാം. ഇല്ലെങ്കിൽ ഇതിനു വേണ്ടി മാത്രം ടൈം ഇപ്പൊ വേസ്റ്റ് ആയി പോകും വർക്ക് ഫ്ലോ എന്ന് പറയുന്നത്. കാരണം ഈ വർക്ക് ഫ്ലോ എന്ന് പറയുന്നത് വേറെ ഒരു കൈൻഡ് ഓഫ് തലത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞു പോയിട്ടേ ഇതൊരു കാര്യമുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ പഠിപ്പിച്ചൊരു കാര്യമില്ല. ഇനി നമ്മുടെ പ്രൊഫൈലിൽ പോവുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയണം. പേഴ്സണൽ ഇൻഫർമേഷൻ, ഡേറ്റ് ഓഫ് ബർത്ത് ചുമ്മാ കൊടുക്കണം. ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത്. ഈ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട, ഇർവി എന്ന് പറയുന്നത് കൊടുക്കാം. ഇർവി. ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. ഇപ്പൊ ഈ ഡേറ്റ് ഓഫ് ബർത്ത് ഇപ്പൊ എല്ലാവർക്കും വിസിബിൾ ആകുന്നുണ്ടല്ലേ? എല്ലാവർക്കും വിസിബിൾ ആകുന്നുണ്ട്. പക്ഷേ ഇനി ഈ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്ന ഈ ഫീൽഡ് ഉണ്ടായിരിക്കണം. ഈ വാല്യൂ കാണാൻ പാടില്ല. വാല്യൂ ഉണ്ട്, പക്ഷെ കാണാൻ പാടില്ല. അതിന് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മാനേജ് ബിസിനസ് കോൺഫിഗറേഷൻ. ഇതിൽ നമ്മളിപ്പോൾ പോകുന്ന ബയോഗ്രഫി ഇൻഫോർമേഷൻ അല്ലെങ്കിൽ പേഴ്സൺ ഇൻഫോ. ഇവിടെയും ബയോഗ്രഫി ഇൻഫോർമേഷനാണ് വരേണ്ടത്. എന്നാലും നമ്മുടെ മാനേജ് ബിസിനസ് കോൺഫിഗറേഷനിൽ പേഴ്സൺ ഇൻഫോ ഉണ്ടല്ലോ. പേഴ്സൺ ഇവിടെ ശരിക്കും ബയോഗ്രഫി ഇൻഫോർമേഷൻ കൊടുക്കേണ്ടത്. ബയോഗ്രാഫിക്കൽ പുതിയ സിസ്റ്റം ഇപ്പോൾ ഒന്നല്ലേ ഉള്ളൂ. ബയോഗ്രാഫിക്കൽ ഇൻഫോർമേഷൻ. നമ്മളൊരു ലേബല് മാറ്റുമ്പോൾ അത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണെങ്കിൽ ഇവിടെ മാത്രം മാറ്റിയാൽ പോരാ, ഈ ഡിഫോൾട്ട് ലേബലും മാറ്റണം. പ്ലസ് ഈ ട്രാൻസ്ലേഷൻ ബ്രഷ് കണ്ടോ,
ആഡ് ട്രാൻസ്ലേഷൻ ടു ലേബൽ എന്നാണ് ട്രാൻസ്ലേഷൻ എന്നാണ് വിളിക്കുന്നത്. അതിന്റെ അകത്തും നമ്മൾ മാറ്റണം. വേറെ ഭാഷകളുണ്ടെങ്കിൽ ആ ഭാഷയും കൊടുക്കണം. പക്ഷെ ഇതൊക്കെ പറയുന്നത് ആരാണ്? കമ്പനിയാണ്. നമുക്കറിയില്ലല്ലോ. ഇത് ഡാറ്റ അല്ലേ. അപ്പം ലേബൽ എന്ന് പറയുന്നത് ഡാറ്റയാണ്. അപ്പം അവര് പറയുന്നത് പറഞ്ഞോ. കറണ്ട് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ എഡിറ്റ് ചെയ്യുന്ന അവസരത്തിൽ മാത്രമല്ലേ ചെയ്യണ്ടുള്ളൂ? അത്രേ ഉള്ളൂ. ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വേണ്ട. ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ആവശ്യമില്ല. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് വെച്ചാൽ തൽക്കാലം ഒന്ന് സേവ് ചെയ്യുന്നു. ആദ്യം സേവ് ചെയ്തിട്ട് നമുക്ക് ഇപ്പൊ സേവ് ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രശ്നം ഇല്ല, ആ എറർ ഇല്ല. ഇനി മേക്ക് കറക്ഷൻ ഒന്നും കൂടെ. ഡേറ്റ് ഓഫ് ബർത്ത് അല്ലേ നമ്മുടെ ഫീൽഡ് പറഞ്ഞത്? ഡേറ്റ് ഓഫ് ബർത്ത്. ഈ ഡേറ്റ് ഓഫ് ബർത്തിന്റെ ഡീറ്റെയിൽസിൽ ഇവിടെ വിസിബിലിറ്റി എന്ന് പറഞ്ഞുണ്ട്. പക്ഷെ ഇത് എഡിറ്റും വ്യൂവും മാത്രമേ ഉള്ളൂ. എഡിറ്റ് എന്ന് പറഞ്ഞാൽ എഡിറ്റ് ചെയ്ത് ഡാറ്റ മാറ്റാം. വ്യൂ ആണെങ്കിൽ കാണാൻ മാത്രം പറ്റും. നമുക്ക് വേണ്ടത് അതല്ല. മാസ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ? ഇത് എസ് കൊടുക്കുക. മാസ്ക് എന്നുള്ള എസ് കൊടുത്തതിന് ശേഷം ഡൺ ആൻഡ് സേവ്. ഇപ്പൊ പീപ്പിൾ പ്രൊഫൈൽ റിഫ്രഷ് ചെയ്ത് ആ ബയോഗ്രഫി ഇൻഫർമേഷൻ വന്നാൽ ലേബലും മാറും. ഇനി ആ ഡേറ്റ് ഓഫ് ബർത്തിന്റെ അവസ്ഥ നോക്കിക്കോ. പക്ഷെ ഇപ്പോഴും നമുക്ക് ഷോ എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നതിന്റെ റീസൺ, നമുക്ക് ഈ ഫീൽഡ് കാണാനുള്ള ഫുൾ പെർമിഷൻ കൊടുത്തിരിക്കുകയല്ലേ. ആയതുകൊണ്ട് മാത്രമാണ് വ്യക്തിക്ക് അതുപോലും കാണില്ല. നമ്മൾ ഈ ഫീൽഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡേറ്റ് ഓഫ് ബർത്ത് മാസ്ക് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇവിടെ ഷോ എപ്പോഴും വരും. പിന്നെ ഇത് മറ്റുള്ളവർക്ക് കാണാതിരിക്കാൻ വേണ്ടിയാണെങ്കിൽ അവർക്ക് മാനേജ് പെർമിഷൻ റോളിന്റെ അകത്ത് അല്ല, ഷോപ്പിന് എല്ലായിടത്തും വരികയാണെങ്കിൽ പിന്നെ മാസ്കിന്റെ കാര്യമില്ലല്ലോ. മാനേജ് പെർമിഷൻ റോളിന്റെ അകത്ത് സിസ്റ്റം അഡ്മിൻ എന്ന് വിചാരിച്ചോ, നമുക്കിപ്പോൾ എല്ലാ പെർമിഷനും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ തന്നെ കാണിക്കുക. ഇതിലിപ്പോൾ നോക്കി അസൈൻമെന്റ് നോക്കിയാൽ എവരിവൺ കണ്ടോ? ഗ്രൂപ്പ് ഒന്നുമില്ല, എല്ലാം എവരിവൺ ആണ്. ഈ എഡിറ്റ് കൊടുത്ത് പേഴ്സൺ ഇൻഫോ എന്ന് പറയുന്നത് എഫക്റ്റീവ് ഡേറ്റഡ് ആണോ നോൺ എഫക്റ്റീവ് ഡേറ്റഡ് ആണോ? എഫക്റ്റീവ് ഡേറ്റഡ് എന്ന് പറയുമ്പോൾ ഹിസ്റ്ററി ഉള്ള പോർട്ട്ലെറ്റ്, ഹിസ്റ്ററി ഇല്ലാത്തത് നോൺ എഫക്റ്റീവ്. അപ്പൊ ഇത് നോൺ എഫക്റ്റീവ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കിയിട്ട് കാര്യമില്ല. എംപ്ലോയി സെൻട്രൽ എഫക്റ്റീവ് ഡേറ്റഡിൽ നോക്കിയിട്ടത് കാര്യമില്ല. അപ്പൊ നമ്മൾ വരേണ്ടത് എംപ്ലോയി ഡാറ്റ. എംപ്ലോയി ഡാറ്റയില് സമയം എടുക്കും. നമുക്ക് കൺട്രോൾ എഫ് അടിച്ചൂടാ? ഇതിവിടെ അടിക്കാം. പക്ഷെ നമ്മൾ ഇവിടെ സെർച്ച് ചെയ്താലും മതി. ബർത്ത്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇത് പ്രൊഫൈലിൽ അതല്ല. ഈ എംപ്ലോയി ഡാറ്റയിൽ ഡേറ്റ് ഓഫ് ബർത്ത് വേണ്ട. എംപ്ലോയി ഡാറ്റയിലെ ഡേറ്റ് ഓഫ് ബർത്ത്. ഈ ഡേറ്റ് ഓഫ് ബർത്ത് എഡിറ്റ് കളഞ്ഞാൽ മാത്രം മതി. എഡിറ്റ് കളയണം എന്നുവെച്ചാ ഞാൻ ആ എഡിറ്റ് എടുത്ത് മാറ്റി കഴിയുമ്പോൾ പിന്നെ എനിക്കിവിടെ ഷോ വരില്ലല്ലോ. ഇവിടെ എഡിറ്റ് എന്നൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ടല്ലേ ഷോയും വരുന്നത്. അതായത് അല്ല, അങ്ങനെയല്ല. ഫീൽഡിന്റെ ബാക്ക് എൻഡിൽ നമ്മൾ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്തിൽ എഡിറ്റും വ്യൂ ഒന്നും കൊടുക്കുന്നത് ഡാറ്റയുടെ കാര്യമാണ്. ഡാറ്റ പെർമിഷൻ എന്ന് പറയുന്നത് വിസിബിലിറ്റിയും കൂടെ ചേർന്നുള്ളതല്ലേ പെർമിഷൻ. എന്ത് കാണണം കാണണ്ട എന്നുള്ളത്. അവിടെ എഡിറ്റ് മാറ്റി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഷോ എന്ന് പറയുന്നതും പോകും. അപ്പോൾ ഇനി ഒരു മാനേജറോ HR വേറെ ഒരാൾ പ്രൊഫൈലിൽ പോകുമ്പം ഡേറ്റ് ഓഫ് ബർത്ത് എപ്പോഴും ഇങ്ങനെ കിടക്കും. ഇപ്പൊ പെർമിഷനിൽ ചെയ്താലും മനസ്സിലാകത്തില്ല. കാരണം സൂപ്പർ അഡ്മിൻ എല്ലാവരും സൂപ്പർ അഡ്മിനാ. എന്നാലും ചെയ്യുന്ന കാണിച്ചു തരാം. പെർമിഷൻ എഡിറ്റ് നെക്സ്റ്റ്. ഇപ്പൊ ഞാൻ ഈ എംപ്ലോയി ഡേറ്റയിൽ ഈ രണ്ടും എടുത്ത് മാറ്റുകയാണെങ്കിൽ നെക്സ്റ്റ് സേവ്.
ഇപ്പോഴും ഡേറ്റ് ഓഫ് ബർത്ത് കാണുന്നുണ്ട്. കാരണം സ്റ്റിൽ ഷോയിങ് ആ കാരണം റീസൺ പറഞ്ഞുതരാം. ഈ HR റോളിൽ പോയി കഴിഞ്ഞാൽ ഇവിടെയും എവരിവണല്ലേ. ഇനി മാനേജർ റോളിൽ പോയി കഴിഞ്ഞാലും ഇവിടെ മാത്രം ഓൾ മാനേജേഴ്സ്, കുഴപ്പമില്ല. എന്നാലും നമുക്ക് ആക്സസുകൾ വേറെ ഉണ്ട്. കോമ്പൻസേഷൻ അഡ്മിൻസ് ഇവിടെയും എവരിവൺ ആണ്. ഈ കാണുന്ന എല്ലായിടത്തുനിന്നും ആ ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റിയാലല്ലേ നമുക്കിപ്പോൾ സിസ്റ്റത്തിൽ എല്ലാവരും എല്ലാമാണ്. സിസ്റ്റം അഡ്മിനും ആണ്, HR റോളും ആണ്, കോമ്പൻസേഷൻ അഡ്മിനും ആണ്, എല്ലാം ആണ്. ഈ HR റോളിനകത്ത് പോയി കഴിഞ്ഞിട്ടും ഇവിടെ വന്ന് ജസ്റ്റ് കൺട്രോൾ F അടിച്ച് ബർത്ത് അടിച്ചു കഴിഞ്ഞാൽ കൺട്രോൾ F ബർത്ത് കണ്ടോ ഡേറ്റ് ഓഫ് ബർത്ത് വ്യൂ ആയിട്ട് കിടപ്പുണ്ട്. ഇനി കോമ്പൻസേഷൻ അഡ്മിൻസിൻ്റെ അകത്ത് ഉണ്ടോയെന്ന് അറിയില്ലെങ്കിലും ഇവിടെ തൽക്കാലം ഇല്ല. ഇനി നോർമൽ എംപ്ലോയി സർവീസിൻ്റെ അകത്ത് ബർത്ത് അടിച്ചാലും ഡേറ്റ് ഓഫ് ബർത്തും ഉണ്ട്. എല്ലായിടത്തും കിടപ്പുള്ളതുകൊണ്ടും എല്ലായിടത്തും ഈ എവരിവൺ കിടക്കുന്നുള്ളതുകൊണ്ടാണ്. പ്രോപ്പറായിട്ടൊരു സിസ്റ്റത്തിനകത്ത് അങ്ങനെ ആയിരിക്കില്ല. ഈ എംപ്ലോയി സെൽഫ് സർവീസിൽ മാത്രമേ എവരിവൺ കാണത്തുള്ളൂ. ബാക്കി എല്ലാത്തിനും ഗ്രൂപ്പ് ആയിരിക്കും. സൂപ്പർ അഡ്മിൻസ് ആരാണോ അവര്, HR ആണോ അവര്, മാനേജർ ആണോ, കോമ്പൻസേഷൻ ആണോ, റിക്രൂട്ടോ, അങ്ങനെ കിടക്കത്തുള്ളൂ. അപ്പൊ നമുക്കിത് പ്രശ്നം ഉണ്ടാവത്തില്ല. അല്ലാത്ത പക്ഷം എല്ലായിടത്തും എവരിവൺ കിടക്കുകയാണെങ്കിൽ നമ്മളിവിടെ എല്ലായിടത്തും മാറ്റണം, എന്നാലേ ഇത് മുഴുവനായിട്ട് പോകത്തുള്ളൂ. ഇപ്പോ എന്റെ കേസിന് എടുക്കാം, നമ്മുടെ ഷുബാഡിന്റെ എടുക്കാം. ഇനി ഒരു വ്യക്തിയുടെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഒരു വ്യക്തിയുടെ RBP കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ റോൾ ഉണ്ടെന്ന് അറിയണമെങ്കിൽ RBP ട്രബിൾ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞിരുന്നു. ഇതിൽ ഞാനിപ്പോ ഷുബാഡ് എന്ന് ടൈപ്പ് ചെയ്യാണ്. ഷുബാഡ്, ഇതാണ് നമ്മുടെ പ്രൊഫൈല്. സെർച്ച്. സിസ്റ്റം അഡ്മിൻ ഉണ്ട്, HR റോൾ ഉണ്ട്, റിക്രൂട്ടേഴ്സ് ഉണ്ട്. ഹോം പേജ് 3 ടൈറ്റിൽ വ്യൂ എന്ന് പറഞ്ഞുണ്ട്. എംപ്ലോയി ലോഗിൻ ബേസിക്സും ഉണ്ട്, ലേണിംഗ് ആക്സസ് ഉണ്ട്, കോമ്പൻസേഷൻ അഡ്മിൻസ് ഉണ്ട്. ഇതിലെല്ലാത്തിലും നമ്മളുണ്ട്. അപ്പൊ ഒരെണ്ണത്തിൽ മാത്രം മാറിയുടെ കാര്യമുണ്ടോ? ഇല്ല. പ്രോപ്പർ സ്ട്രക്ചർഡ് ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് മാറ്റാൻ പറ്റും. അതുകൊണ്ട് മാത്രം പഠിക്കുന്ന സിസ്റ്റത്തിൽ അങ്ങനെ വരുന്നേ ഉള്ളൂ. പക്ഷെ ആ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ മാസ്കിംഗ് എന്നുള്ളത് ഇങ്ങനെ വരാൻ വേണ്ടിയുള്ളതാണെന്ന് നോക്കിയാൽ മതി. ഈ ഷോ എന്ന് പറയുന്നത് നമുക്ക് എടുത്ത് മാറ്റാന്നേ ഉള്ളൂ ഈസി ആയിട്ട്. പക്ഷെ മാസ്കിംഗ് നമുക്ക് പെർമിഷൻ റോളിന്റെ അകത്ത് പറഞ്ഞോളൂ. ഷോ എന്ന് പറഞ്ഞാൽ മാറ്റണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ മാസ്കിംഗ് ഓഫ് ചെയ്ത ഷോ പോവില്ലേ? അങ്ങനത്തതാണ് അല്ല, ഇത് മാറ്റിക്കഴിഞ്ഞാൽ ഷോ പോവും. മാസ്ക് വന്നതുകൊണ്ടാണല്ലോ ഷോ വരുന്നത്. ലുക്ക്, ഈ മാസ്കിംഗ് കൊണ്ടുവരുമ്പോ ഈ ഷോ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് കാണാൻ പറ്റുമെങ്കിൽ പിന്നെ ഈ മാസ്ക് ചെയ്യേണ്ട കാര്യം പോലും ഇല്ലല്ലോ. അപ്പം മറ്റുള്ളവര് നമ്മളിപ്പം ഞാനൊരു ഷോ കാണിക്കുന്നത് നമ്മളിപ്പോ RBPക്കകത്ത് എല്ലാത്തിലും ഈ ഡേറ്റ് ഓഫ് ബർത്തിന് എഡിറ്റ് ഉള്ളതുകൊണ്ടാണ്. എല്ലാത്തിലും ഡേറ്റ് ഓഫ് ബർത്ത് വ്യൂ മാത്രമാണെങ്കിൽ ഇനി മാസ്കിംഗ് മാത്രമേ കാണത്തുള്ളൂ, ഷോ കാണത്തില്ല. എഡിറ്റും കൂടെ ഉള്ളത് കൊണ്ട് കാണാനും പറ്റുന്നുണ്ട്, ഷോ അടയ്ക്കാനും പറ്റുന്നുണ്ട്. മനസ്സിലായോ? ആ ഒരു ഇതാണല്ലോ വന്നിരിക്കുന്നത്. ഒരു മിനിറ്റ്. കോഡിംഗ് സെക്കൻഡ്, ഞാൻ റെക്കോർഡിംഗ് യൂസ് ചെയ്തോട്ടെ. ശരി.
ഓക്കെ ഫൈൻ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ബാക്കി ഇപ്പം ഞാൻ പറയേണ്ട ആവശ്യമില്ല, കാരണം ഇപ്പം ഒരു ഫീൽഡിനെ എഡിറ്റ് ചെയ്യണോ വ്യൂ ചെയ്യണോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറ്റും. ഇനി ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പേഴ്സണൽ ഇൻഫോ, ജോബ് ഇൻഫോ, അല്ലെങ്കിൽ ഈ കാണുന്ന കോമ്പൻസേഷൻ ഇൻഫോ, ഇവിടെയൊക്കെ ഒരു കസ്റ്റം ഫീൽഡ് ആഡ് ചെയ്ത ഓർമ്മ, നമ്മളൊരു കസ്റ്റം ഫീൽഡ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ പാരന്റ് പിക്ക് ലിസ്റ്റിന് വേണ്ടിയും അല്ലാതെ കുറെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യും. ഇന്നലെ നമ്മളൊരു തോന്നാ ഡിസ്പ്ലേ നെയിം റിക്വയർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എസും നോയും ബൂളിനെ കൊടുത്ത്, മീൻസ് എസും നോ പിക്ക് ലിസ്റ്റ് കൊടുത്ത ഓർമ്മയല്ലേ? അതിനൊക്കെ Yes, നമ്മൾ yes. ഓരോ പ്രാവശ്യം ഫീൽഡ് ആഡ് ചെയ്യുമ്പോഴും പെർമിഷനിൽ പോയിട്ട് നമ്മൾ എനേബിൾ ചെയ്താലല്ലേ വരത്തുള്ളൂ. അതെ. പക്ഷേ ബയോഗ്രാഫിക് ഇൻഫോർമേഷനിലും ഹോം അഡ്രസ്സിലും നമ്മളൊരു ഫീൽഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിന് പെർമിഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, ബൈ ഡിഫോൾട്ട് ആയിട്ട് വരും. ഫോർ എക്സാമ്പിൾ, ഇവിടെ പെർമിഷൻ, അതായത് ബയോഗ്രഫി ഇൻഫോർമേഷൻ്റെ അകത്ത് ടേക്ക് ആക്ഷൻ, മേക്ക് കറക്ഷൻ, ഒരു മിനിറ്റ്, എന്ത് പറഞ്ഞു വിളിച്ചിട്ട്? ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ ഞാൻ ഇത് ഏജ് എന്ന് പറയുന്നത് വേണ്ട, ഡിലീറ്റ്. ഞാൻ പുതിയൊരു ഫീൽഡ് കൊണ്ടുവരികയാണ്, സുരാഗ് എന്നാണ് ഞാൻ ഫീൽഡിന്റെ പേരിടാൻ പോകുന്നത്, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. സുരാഗ്. Okay. എനേബിൾ മാൻഡേറ്ററി ആണ്, ഇവിടെ എനേബിൾ ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. സേവ് കൊടുക്കുന്നു. ഇത് ഏജിന്റെ എന്തോ ഇതൊക്കെയാണ്, ഏജ് അപ്ഡേറ്റ്. ഓക്കെ ഫൈൻ, സേവ്. ഞാനിവിടെ സുരാഗ് എന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, നോർമലി ഇപ്പോൾ പേഴ്സണൽ ഇൻഫോയിൽ ആയിരുന്നെങ്കിൽ പേഴ്സണൽ ഇൻഫോയിൽ ഒരു കസ്റ്റം സ്ട്രിങ് ഒരു ഫീൽഡ് ആഡ് ചെയ്ത് അതിന് ഇവിടെ കാറ്റഗറൈസേഷൻ ഉണ്ടോ എന്ന് നോക്കി. ഇപ്പോൾ കാറ്റഗറൈസേഷൻ ഇല്ല, കണ്ടോ? ഇവിടെ കാറ്റഗറൈസേഷൻ ഇല്ല, അതുകൊണ്ട് ചുമ്മാ ഇവിടെ ആഡ് ചെയ്താൽ മതി. പക്ഷെ പെർമിഷൻ കൊടുക്കാതെ വരത്തില്ല. പക്ഷെ ഇപ്പോൾ പേഴ്സണൽ ഇൻഫോയിൽ ഞാൻ ഇവിടെ ആഡ് ചെയ്തു, ഇതിന് കാറ്റഗറൈസേഷൻ ഒരിക്കലും വരില്ല. കാരണം അത് കോൺട്രാക്ട് എംപ്ലോയി ആയിക്കോട്ടെ, സ്റ്റാൻഡേർഡ് എംപ്ലോയി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഇതൊക്കെ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? ഒരു ബയോഗ്രഫി, അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പേഴ്സൺ ഐ ഡി എല്ലാം മാൻഡേറ്ററി കാര്യങ്ങളാണ്, അതായത് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. ഇവിടെ സുരാഗിനെ ആഡ് ചെയ്തു, ഞാൻ ഒരിടത്തും പെർമിഷൻ കൊടുക്കാൻ പോകുന്നില്ല, ജസ്റ്റ് ഫീൽഡ് ആഡ് ചെയ്തു. ഇനി ഈ ഫീൽഡ് ഇവിടെ ഞാൻ റിഫ്രഷ് ചെയ്താൽ സുരാഗ് വന്നോ? Yes. സുരാഗ് വന്നു. അപ്പോൾ ബയോഗ്രഫി ഇൻഫോർമേഷനിലും ഹോം അഡ്രസ്സിലും ഒരു ഫീൽഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെർമിഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, ബൈ ഡിഫോൾട്ട് ആയിട്ട് വരും. ഹോം അഡ്രസ്സിൽ ആകെ നോക്കേണ്ടത്, ഈ കമ്പനിക്ക് പല രാജ്യങ്ങളുണ്ടെങ്കിൽ അവിടെ കൺട്രി സ്പെസിഫിക് ഉണ്ടായിരിക്കും അല്ലേ? ഓരോ രാജ്യം അനുസരിച്ചായിരിക്കില്ലേ അവർ അഡ്രസ് വെച്ചേക്കുക, ഇവിടെ പിൻകോഡ്, സിപ്പ് കോഡ് എല്ലാം നോക്കിയേ. അപ്പം കൺട്രി സ്പെസിഫിക് ആണെങ്കിൽ ആ കൺട്രി അനുസരിച്ച് ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ USA പോകുന്നു, USA പോയി കഴിഞ്ഞിട്ട് ഇവിടെ ഞാനിപ്പോൾ ടേക്ക് ആക്ഷൻ, മേക്ക് കറക്ഷൻ, ഒരു കസ്റ്റം സ്ട്രിങ് 3 എന്ന് പറഞ്ഞ് എടുത്തിട്ട് ഇവിടെ ഞാൻ സുരാഗ് ആഡ് ചെയ്യുന്നു. സുരാഗ്, യെസ്, സേവ്. കൺട്രി സ്പെസിഫിക് ഇല്ലെങ്കിൽ, ഇന്ത്യയിൽ മാത്രമുള്ള ഒരു കമ്പനി ആണെങ്കിൽ ജസ്റ്റ് ഹോം അഡ്രസ് തന്നെ എല്ലാം കാണും, അല്ലയോ? ഹോം അഡ്രസ് തന്നെ എല്ലാം കാണും. കൺട്രി സ്പെസിഫിക് ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും, കൺട്രി സ്പെസിഫിക് സക്സഷൻ ഡാറ്റ മോഡൽ, ഓരോ രാജ്യം അനുസരിച്ച്. ഇനി ഞാൻ ഇവര് നമ്മുടെ ഷുബാർഡിലോട്ട് പോവാം. ഇവരും USA ആണെന്ന് തോന്നുന്നു. USA തന്നെയാണ്. ഹിസ്റ്ററി, സുരാഗ് വന്നോ? ഞാൻ പെർമിഷൻ കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ ഹോം അഡ്രസ്സിലും ബയോഗ്രഫിയിലും പെർമിഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ പിന്നെ എങ്ങനെ നമുക്ക് ഇതിനെ ഹൈഡ് ചെയ്യേണ്ടി വരും? ഇതിനെ ഹൈഡ് ചെയ്യണമെങ്കിൽ ബിസിനസ് റൂൾ വഴിയേ പറ്റത്തുള്ളൂ. ബിസിനസ് റൂൾ വഴിയേ പറ്റത്തുള്ളൂ. ഇവിടെ ഇപ്പം നമുക്ക് ഇത് ഹൈഡ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബിസിനസ് റൂൾ ഓൺ വ്യൂ ആണ്. ഇനി ഏതെങ്കിലും വാല്യൂ കൊടുക്കുമ്പോൾ മാത്രം കണ്ടാൽ മതിയെങ്കിൽ അത് ഓൺ ചേഞ്ചും ഓൺ സേവും ആണ്. നമുക്ക് ഓൺ വ്യൂ ഒന്ന് നോക്കാം. കോൺഫിഗർ ബിസിനസ് റൂൾസ്, പ്ലസ് ഐക്കോൺ, ക്രിയേറ്റ് ന്യൂ റൂൾ.
എംപ്ലോയി സെൻട്രൽ കോർ. ഇവിടെ ഏറ്റവും താഴെയല്ലേ ഓൺ വ്യൂ? ആ. ഓക്കെ, ഓൺ വ്യൂ. ഇവിടെ സുരാഗ് എന്ന് ടൈപ്പ് ചെയ്യുന്നുള്ളൂ. റൂളിന്റെ പേര് സുരാഗ് എന്നാണ്. ബേസ് സബ്ജക്റ്റ് ഇപ്പൊ ബയോഗ്രഫിയാണ്. ബയോഗ്രഫി എന്ന് പറയുമ്പോൾ ബയോഗ്രഫി ഇൻഫോർമേഷൻ മോഡൽ കണ്ടോ? നമ്മുടെ ബയോഗ്രഫിക്ക് വേണ്ടിയാണ് ഇപ്പൊ ചെയ്യുന്നത്. ബയോഗ്രഫി ഇൻഫോ മോഡൽ കണ്ടിന്യൂ. എന്നിട്ട് എനിക്ക് വേണമെങ്കിൽ ഓൾവേസ് ട്രൂ കൊടുക്കാം. എനിക്ക് ആ ഫീൽഡ് കാണേ വേണ്ട എന്നാണെങ്കിൽ then set biography information model Surag visibility equal to null. കണ്ടീഷൻ ഒന്നുമില്ല, എപ്പോഴും ഇത് ഹൈഡ് ആയിരിക്കണം എന്ന രീതിയിൽ. ഓക്കെ, എപ്പോഴും ഇത് ഹൈഡ് ആയിരിക്കണം എന്നുള്ള രീതിയിലായിരിക്കണം. ഈ സുരാഗ് ഞാൻ കോപ്പി ചെയ്യുന്നു. മാനേജ് ബിസിനസ് കോൺഫിഗറേഷൻ, റിഫ്രഷ്. നമുക്ക് പോകേണ്ടത് പേഴ്സൺ ഇൻഫോയിലാണ്. ബയോഗ്രഫി അവിടെയാണ്. പേഴ്സൺ ഇൻഫോ, ടേക്ക് ആക്ഷൻ, മേക്ക് കറക്ഷൻ. ബയോഗ്രഫി ഇൻഫോർമേഷൻ മോഡൽ എന്നല്ലേ നമ്മൾ റൂൾ സെലക്ട് ചെയ്തിരിക്കുന്നത്? അപ്പൊ അതേ സെലക്ട് ചെയ്യുള്ളൂ. ബയോഗ്രഫി ഇൻഫോർമേഷൻ മോഡൽ ഓൺ വ്യൂ എന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ റൂൾ കൊടുക്കുക. സേവ്. ഇപ്പോൾ സുരാഗ് കാണുന്നില്ലേ? റിഫ്രഷ് ചെയ്തിട്ടില്ലല്ലോ. ആ, റിഫ്രഷ് ചെയ്യാം. സുരാഗ് ഉണ്ടോ? എപ്പോഴും ഇല്ലാതിരിക്കാന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി എഡിറ്റ് ചെയ്യുമ്പോ ഉണ്ടോ? ഇല്ല. ഇല്ല. അപ്പോ എപ്പോഴും അത് കാണണ്ട. ഇപ്പൊ ഇതെങ്ങനെയാണ്? അപ്പം എപ്പോഴും കാണാതിരിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഫീൽഡ് ഹൈഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചു പറഞ്ഞാൽ, നമുക്ക് ഈ ഫീൽഡ് ഒരു കാലത്ത് ഉപയോഗം ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചു നാളത്തേക്ക് ഇത് വേണ്ട, പിന്നെ നമുക്ക് കൊണ്ടുവരാം എന്ന് പറയുന്നുണ്ടാണ് ഇഫ് കണ്ടീഷൻ കൊടുക്കാത്തത്. ഇനി ഒരു കണ്ടീഷനിൽ മാത്രമേ അത് കാണാൻ പാടുള്ളൂ എന്നാണ് പറയുന്നതെങ്കിൽ ഈ ഓൾവേസ് ട്രൂ ഞാൻ അൺചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് കണ്ടീഷൻ വരും. എന്നിട്ട് ഞാൻ കൊടുക്കുകയാണ് ഇഫ്, നമുക്ക് ഏത് ഫീൽഡ് കൊണ്ടുവരാൻ പറ്റും? കൺട്രി ഓഫ് ബർത്ത്. കൺട്രി ഓഫ് ബർത്ത് എന്ന് പറയുന്നത് എം ടി ആണെങ്കിൽ സുരാഗിനെ കാണണ്ട, എം ടി അല്ലെങ്കിൽ സുരാഗിനെ കാണണം എന്നാ കൊടുക്കാൻ പോണത്. ഓക്കെ, if biography information country of birth value is not equal to null എന്നുവെച്ചാൽ എം ടി അല്ലെങ്കിൽ, മനസ്സിലായല്ലോ? ഇവിടെ നമുക്ക് വ്യൂ എന്നും കോപ്പി പേസ്റ്റ് എഡിറ്റ് എന്നും കൊടുക്കാം. കോപ്പി, അല്ലാത്ത പക്ഷം പേസ്റ്റ് നൺ എന്നും കൊടുക്കാം. കറക്റ്റ് അല്ലേ? ഇത് ഓൾറെഡി അസൈൻഡ് ആയിട്ടുള്ള റൂൾ ആയതുകൊണ്ട് ഇനി അതിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സേവ് ചെയ്താൽ മതി. കാരണം ഓൾറെഡി അത് മാനേജ് ബിസിനസ് കോൺഫിഗറേഷനിൽ ഇവിടെ കിടപ്പുണ്ട്. വീണ്ടും വീണ്ടും റീഅസൈൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി പ്രൊഫൈലിൽ പോയിട്ട് ഞാൻ റിഫ്രഷ് ചെയ്താൽ കൺട്രി ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ കാണണം, ഇല്ലെങ്കിൽ വേണ്ട എന്ന് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ കൺട്രി ഓഫ് ബർത്ത് ഇല്ലല്ലോ, ഇല്ല. ഇനി കൺട്രി ഓഫ് ബർത്ത് ഞാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് കൊടുത്താൽ, ഇനി സേവ് കൊടുത്താൽ സുരാഗ് വന്നോ? ഓൺ ചേഞ്ച് ആണെങ്കിലല്ലേ സ്ക്രീനിൽ വരണം. നമ്മൾ ഓൺ ചേഞ്ച് എഴുതിയിട്ടില്ലല്ലോ, ഓൺ വ്യൂവിൽ എഴുതിയിട്ടുള്ളൂ. ഓൺ വ്യൂ എഴുതിയിട്ടുള്ളൂ. ഓൺ ചേഞ്ചും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ കാണാൻ പറ്റും. മനസ്സിലായോ?
സോ ഹോം അഡ്രസ്സിലും ഈ പറയുന്ന പേഴ്സണൽ ഇൻഫോ അല്ലെങ്കിൽ ബയോഗ്രഫിയിലും നമുക്ക് ഫീൽഡ് ആഡ് ചെയ്യാനായിട്ട് പെർമിഷന്റെ ആവശ്യവുമില്ല. പക്ഷേ ഫീൽഡിന്റെ വിസിബിലിറ്റി കൺട്രോൾ ചെയ്യുന്നത് ബിസിനസ് റൂൾ വെച്ചാണ്. കാണണോ കാണണ്ടേ, ഓൺ ചേഞ്ചും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ പറ്റത്തുള്ളൂ. അത് ഈ ബയോഗ്രഫിയിലും ഈ ഹോം അഡ്രസ്സിൽ മാത്രമേ ഇതുള്ളൂ. ബാക്കി എല്ലായിടത്തും നമ്മൾ ഇതുവരെ പഠിച്ചതുപോലെ പെർമിഷൻ കൊടുത്ത് സെറ്റ് ചെയ്താൽ മാത്രമേ. ഓക്കെ. ഒരേ ഒരു സെക്കൻഡ്. ഓക്കെ, അമ്മ ഹോസ്പിറ്റലിൽ നിൽക്കുകയാണേ, അപ്പൊ അതായത് പെട്ടെന്ന് വിളിച്ചത്. ഓക്കെ. ഓക്കെ. റെഗുലർ ആ ചെക്കപ്പ് ആണോ അല്ലെങ്കിൽ? ചെക്കപ്പ്. ഓക്കെ. ഓക്കെ, അപ്പൊ ഞാൻ ഹോം അഡ്രസ്സിലും ഒരെണ്ണം ആഡ് ചെയ്തായിരുന്നു, അത് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പൊ ഇങ്ങനെ സുരാകാരം തപ്പി നടക്കും. സുരാഗ്. അപ്പൊ നമ്മൾ മാസ്ക് എന്താന്ന് പഠിച്ചു, എഡിറ്റ് എന്താന്ന് പഠിച്ചു, പിക്ക് ലിസ്റ്റ് എന്താന്ന് പഠിച്ചു. നമ്മൾ ഈ കാണുന്ന റോൾസ്, ഈ കാണുന്ന മുഴുവൻ ഒരു മാൻഡേറ്ററി ആയിട്ട് പഠിക്കേണ്ട അതിന്റെ ഓരോ വ്യത്യാസം: ഓൺ ചേഞ്ച്, ഓൺ സേവ്, ഓൺ വ്യൂ, വാലിഡേറ്റ്. വാലിഡേറ്റ് എന്ന് പറഞ്ഞാൽ എറർ ആണ്. എറർ നമുക്ക് ഓൺ സേവ് ആയിട്ടും കൊണ്ടുവരാൻ പറ്റും, ഓൺ ചേഞ്ച് ആയിട്ടും കൊണ്ടുവരും അല്ലേ. നമ്മൾ രണ്ട് രീതിയിലും കൊണ്ടുവന്നു. ഒരുമിച്ച് വച്ചപ്പോഴുള്ള ഗുണവും നമുക്ക് മനസ്സിലായി. ഇനി എററും വാണിങ്ങും തമ്മിലുള്ള വ്യത്യാസവും മനസ്സിലായിട്ടുണ്ട്. എറർ ആകുമ്പം എറർ ആണ്, ഇനി കറക്റ്റ് ചെയ്തിട്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് വാണിംഗ് ആണെങ്കിൽ കാണിക്കും, പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ പ്രൊസീഡ് ചെയ്ത് പോകാൻ പറ്റും. അത് പാടില്ല. പ്രൊസീഡ് ചെയ്ത് പോകാൻ പറ്റും, അതുകൊണ്ട് അത് പാടില്ല. അത് തെറ്റായ ഒരു കോൺസെപ്റ്റാണ്. അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്, കാര്യങ്ങൾ പോകുന്നതെല്ലാം. ഇനി പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, ഇപ്പൊ ഇനി നമ്മൾ 20th സെഷൻ ഉള്ളൂ. 20th സെഷൻ, കാരണം നാളെ ഇല്ല, 19th ഇല്ല. ആ സെഷനിൽ പറഞ്ഞോളൂ. നാളെ ഓർമ്മയില്ല. അപ്പം അന്ന് മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്, അതായത് ഫൗണ്ടേഷൻ, ഒരു ഓർവ്യൂ മാത്രമാണ്. ഫൗണ്ടേഷൻ ടേബിൾ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഫൗണ്ടേഷൻ ടേബിൾ. ഈ ഫൗണ്ടേഷൻ ടേബിളിൽ 2 ഒബ്ജക്ട്സ് ആണ് പഠിക്കാനുള്ളത്. ജനറിക് ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ അതിനെ MDF എന്ന് വിളിക്കും. മെറ്റ ഡാറ്റ ഫ്രെയിം എന്ന് പറയും, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഒബ്ജക്റ്റ് എന്ന് പറയും. 2 ഒബ്ജക്ട്സ് ആണ് പഠിക്കാനുള്ളത്. ഇതാണ് ശരിക്കും നിങ്ങളൊരു ഫങ്ഷണൽ കൺസൾട്ടന്റ് ആവുമ്പം ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും. ബാക്കിയൊക്കെ നമ്മൾ മലയാളത്തിൽ ജുജുബി എന്ന് പറയുന്ന പോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഇതെല്ലാം. നിങ്ങൾക്കിത് ഇപ്പൊ കാണുമ്പോൾ വലിയ കാര്യമായിട്ട് തോന്നുമെങ്കിലും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതൊക്കെ വെറും ചെറിയ കാര്യങ്ങളാണ്. ഇതാണ് ശരിക്കും തല പുകഞ്ഞ് പണ്ടാരമായി പോകുന്ന കാര്യങ്ങൾ. ഇതൊക്കെയാണ് പഠിപ്പിക്കുമ്പോൾ കുഴപ്പമില്ല. ഫ്യൂച്ചറിൽ ഇത് നമുക്ക് അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ കാണാത്ത റിക്വയർമെന്റ് കൊണ്ട് അവർ വരും. പക്ഷെ നമ്മൾ ചെയ്തു കൊടുക്കണം.
അപ്പോൾ ഇതിൽ ഒരു ലോജിക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു സക്സസ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് SAPയുടെ ആയിരുന്നില്ല. SAP പിന്നെ വാങ്ങിയതാണ്. വാങ്ങിയതിന് ശേഷം 2016 ഒരു മേജർ അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ 2016 മുന്നേ ഫൗണ്ടേഷൻ ടേബിൾ എന്ന് പറയുന്ന ഇപ്പൊ പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ലായിരുന്നു. അന്ന് ഫൗണ്ടേഷൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു ഒറ്റ ഒബ്ജക്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫൗണ്ടേഷനോ, അതായത് ഈ സിസ്റ്റത്തിലുള്ള ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന ഇത് മുഴുവനും ഒരു ഒബ്ജക്റ്റ് ആയിട്ടായിരുന്നു ഇരുന്നത് 100%. 2016 ശേഷമാണ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കിയത്. ഇതിൽ ഇപ്പൊ 100% 100 എണ്ണം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇതിൽ 10 എണ്ണവും ബാക്കി 90 എണ്ണവും ഈ ജനറിക് ഒബ്ജക്റ്റ് ആണ്. അതായത് 100%-ൽ വെറും 10% അതിൽ താഴെ മാത്രമേ ഫൗണ്ടേഷൻ ഒബ്ജക്റ്റ് ഇപ്പം സിസ്റ്റത്തിൽ നിലവിലുള്ളൂ. ബാക്കി മുഴുവനെയും ജനറിക് ഒബ്ജക്റ്റ് ആക്കി മാറ്റി. നമുക്കിവിടെ കോഡിംഗ് ഒന്നുമില്ല പഠിക്കാൻ, കോഡിംഗ് ഒന്നുമില്ല. എന്നാലും നമുക്കൊരു ലാംഗ്വേജ് ഉണ്ട്. ആ ലാംഗ്വേജിന്റെ പേരാണ് കീബോർഡ് എന്നെ നാട്ടിക്കും. എക്സ്റ്റെൻസീവ് മാർക്കപ്പ് ലാംഗ്വേജ്, ഇങ്ങനൊരു ലാംഗ്വേജ് ഉണ്ടായിരുന്നു. ഈ എക്സ്റ്റെൻസീവ് മാർക്കപ്പ് ലാംഗ്വേജ് മാത്രമേ ഈ സിസ്റ്റത്തിൽ ഉപയോഗിക്കാനും പറ്റുള്ളൂ. അത് വെച്ചായിരുന്നു ഈ ഫൗണ്ടേഷൻ ഒബ്ജക്റ്റ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അതില്ല. ഇപ്പം ഇതൊരു 10% ഇവിടെ ഇരിപ്പുണ്ട്. അതിനകത്ത് നമുക്ക് വലിയ പണിയും ഇല്ല. അതിനകത്ത് വലിയ പണിയൊന്നുമില്ല. ഇപ്പൊ നമുക്ക് ജനറിക് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടുള്ളത് കൊണ്ട് എല്ലാം നമുക്ക് സിസ്റ്റത്തിന്റെ അകത്ത് ടൂൾ വഴി ചെയ്യാം. 2016 മുന്നേ ടൂൾ വഴി ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ നമ്മളിപ്പോ മാനേജ് കോൺഫിഗർ ബിസിനസ് റൂള് പോലെയോ മാനേജ് ബിസിനസ് കോൺഫിഗറേഷൻ ഉണ്ടല്ലോ, നമ്മുടെ ഈ ടൂൾസ് ഒക്കെ പോലെ തന്നെ ഈ മാനേജ് ബിസിനസ് കോൺഫിഗറേഷൻ, ബിസിനസ് റൂള്, അതുപോലെ റൂൾസ് ടൂള് പോലെ തന്നെ നമുക്കിപ്പോ സിസ്റ്റത്തിന്റെ അകത്ത് 90% ഈ ഫൗണ്ടേഷൻ ടേബിളില് 90% നമുക്ക് കോൺഫിഗർ, ക്രിയേറ്റ്, ഡിലീറ്റ്, മോഡിഫിക്കേഷൻ എല്ലാം ചെയ്യും. പണ്ട് സിസ്റ്റത്തിന്റെ പുറത്തായിരുന്നത് കൊണ്ടുള്ള ആ ലാംഗ്വേജിന്റെ പേരാണ് എക്സ്റ്റെൻസീവ് മാർക്കപ്പ് ലാംഗ്വേജ്. പക്ഷെ ഈ ലാംഗ്വേജ് പൈത്തൺ പോലെയോ ജാവ പോലെയോ ഒന്നും അല്ല. വെറും സിമ്പിൾ ആയിട്ട് 5ാം ക്ലാസ്സിലെ കൊച്ചിന് കണ്ടാൽ പോലും മനസ്സിലാവുന്ന ഒരു സാധനമാണ്. പക്ഷെ ഇത് നമ്മൾ കാണിക്കും ഇതിവിടെ കാണിക്കും, അതിന്റെ പ്രത്യേകത കാണിക്കും, എല്ലാം മനസ്സിലാക്കും. ഈ ഫൗണ്ടേഷൻ ഒബ്ജക്റ്റ് പഠിപ്പിക്കുന്ന സമയത്ത് മാത്രമേ എനിക്ക് വർക്ക് ഫ്ലോ എടുത്തരാൻ പറ്റുള്ളൂ. കാരണം കുറെ ലിങ്ക് ആയിട്ട് കാര്യങ്ങളാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബിറ്റ്സ് ആൻഡ് പീസ് ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ടോപ്പിക് എടുക്കുമ്പോൾ മാത്രമേ ഇനിയുള്ളത്. നമ്മൾ ഇന്ന് വരെ പഠിച്ചതാണ് 25%. 25% ആണെന്ന് പറഞ്ഞാലും ചെറിയ കാര്യമൊന്നും അല്ലല്ലോ. അല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് നിങ്ങളെ എത്രത്തോളം മാക്സിമം പറഞ്ഞുതരാൻ പറ്റുമോ അത്രത്തോളം മാക്സിമം പറഞ്ഞു തന്ന് നിങ്ങളെ ലോജിക്കലി തിങ്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ കൊച്ചു പിള്ളേർക്ക് പറയുന്ന എക്സാമ്പിൾസ് പറയുന്നത്. പക്ഷെ നിങ്ങൾ ആ എക്സാമ്പിൾസ് തന്നെ യൂസ് ചെയ്ത് പഠിക്കണം. എന്നാലും നിങ്ങളുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യണം. എന്തുകൊണ്ട് ഇപ്പം എന്നോട് കുറെ കാര്യങ്ങൾ ചോദിച്ചില്ലേ സുരാഗ്, എന്തുകൊണ്ട് അങ്ങനെ, എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ളത്. അപ്പൊ അതുപോലെ ചിന്തിച്ച് വേണം പ്രാക്ടീസ് ചെയ്യാനായിട്ട്. റെക്കോർഡിംഗ് നോക്കി ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ എൻ്റെ ഒരു അഡ്വൈസ് ആണ്, എവിടെയെങ്കിലും ഒന്ന് എഴുതിയെടുക്കാൻ നോക്കണം. കാരണം അത് നല്ലൊരു ഇതായിരിക്കും. ഇപ്പൊ ഒരു നോട്ട്ബുക്ക് ഞാനത് ചെയ്തുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച ചെയ്തുകൊണ്ട് 2-3 വർഷം ചെയ്യുക. അതിൽ നിന്ന് എനിക്ക് ഒരു സമ്മറൈസ് ചെയ്ത് ഞാൻ എഴുതും, പോയിന്റുകൾ നോട്ട് ചെയ്ത്. പിന്നെ എനിക്ക് ചിലപ്പോ കുറച്ച് കാര്യങ്ങൾ ഇൻപുട്ട് ചെയ്ത് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചിലപ്പോ നെയിംസ് മാറ്റിയോ അല്ലെങ്കിൽ വേറെ രീതിയിൽ മാറ്റിയോ 1-2-3 കാര്യങ്ങൾ ചെയ്തു നോക്കും. അപ്പൊ ഒബ്വിയസ്ലി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ എന്തായാലും ഞാൻ കുറച്ച് ഡൗട്ട്സ് ആയിട്ട് വരും. അത് കുഴപ്പമില്ല. നോട്ട്ബുക്കിൽ എഴുതുന്ന സമയത്ത് ഒരു ഫ്രഷ് നോട്ട്ബുക്ക് എടുക്കുക. ഒരു 2-3 പേജ് വിട്ടിട്ട് വേണം എഴുതാനായിട്ട്. ആദ്യത്തെ 2-3 പേജിലും ഒരു ഇൻഡെക്സ് ഉണ്ടാക്കുക. ഇൻഡെക്സ് ഇത്
ഒരു ടോപ്പിക്കിന്റെ ആദ്യം ടോപ്പിക് നമ്പർ 1 കൊടുത്ത് ടോപ്പിക്കിന്റെ ഡീറ്റെയിൽസ് എഴുതി എത്രാമത്തെ പേജ് മുതൽ എത്രാമത്തെ പേജ് വരെയാണെന്നും കൂടെ മെൻഷൻ ചെയ്തുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നാളെ ഒരു പെട്ടെന്നൊരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ ഏത് പേജിൽ സ്വന്തം ലാംഗ്വേജ് സ്വന്തം കയ്യക്ഷരത്തിൽ എഴുതിയത് പെട്ടെന്ന് സുരാഗിന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം മനസ്സിലായി. റെക്കോർഡിംഗ് ഇനി ഏതോ തപ്പി നടക്കേണ്ടി വരും. അതെ അതെ അത് മനസ്സിലായോ? അപ്പം ഇത് മനസ്സിലായി. ഗുണം വരുന്നത് പെട്ടെന്ന് നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, തലേ ദിവസം ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ടാണെങ്കിലും ഈ ബുക്ക് ഉപയോഗിച്ചാൽ മതിയല്ലോ. യെസ്. ഞാൻ അങ്ങനെയാണ് ഇന്റർവ്യൂകളെല്ലാം ക്ലിയർ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ എനിക്ക് അതിന്റെ ആവശ്യമില്ല, കാരണം ഇത്രയും വർഷം എക്സ്പീരിയൻസ് ആയി, ഫൈൻ. പക്ഷേ ആദ്യ കാലങ്ങളിൽ എനിക്ക് ഇത് തന്നെയാണ് ചെയ്യുന്നത്. എൻ്റെ ഇതിപ്പം 1 2 3 4 ഇതെന്റെ 5ാമത്തെ കമ്പനിയാണ്. ഞാൻ ആകെ 3 കമ്പനി മാത്രമേ ലിങ്ക്ഡിനിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 2 കമ്പനി ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. റീസൺ എന്ന് പറഞ്ഞാൽ ലുക്ക് അത് നമ്മളിപ്പോൾ ഇപ്പൊ എനിക്ക് തന്നെ എൻ്റെ ലിങ്ക്ഡിനിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം 3000-ഓളം കണക്ഷൻസ് ഉണ്ട്. അതും സക്സസ് ഫാക്ടേഴ്സും മാത്രം ഒരു 2000 പേര് കാണും. 2000 പേര് സക്സസ് ഫാക്ടർ മാത്രമേ ഉള്ളതാണ്. ഡെയിലി എനിക്ക് കോൾസ് വരുന്നുണ്ട്, സാറേ ജോലിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം ആദ്യമൊക്കെ ഞാൻ എൻ്റെ കമ്പനി എടുത്തിട്ടിരുന്ന സമയത്ത് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. എനിക്ക് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഓപ്പണായിട്ട് ഞാൻ പറയും, എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത് ചിലവരോട് ഞാൻ സംസാരിക്കും. ഞാൻ അങ്ങനെ സംസാരിക്കാറുണ്ട്, കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. സംസാരിക്കുമ്പോഴേ മനസ്സിലാവുന്നത് അവർക്ക് ഈ സിസ്റ്റം എന്താണെന്ന് അറിയാണ്ട് പോയി പഠിച്ചു, പക്ഷെ പൊട്ടത്തരമാണ് പഠിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ പഠിപ്പിച്ച 25% ഇല്ലേ, ഇതുപോലും അറിയാത്ത ആൾക്കാരുണ്ട്. ഇതുപോലും ഈ 25%-ന്റെ അകത്തൊന്നും ആൾക്കാർ ഇതൊന്നും പഠിപ്പിക്കില്ല, അവര് പഠിപ്പിക്കത്തില്ല. ആരും ഈ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ടൈം ലൈൻ കൊടുക്കാറില്ല. ഒരു യൂട്യൂബിൽ നോക്കിക്കോ, ഇതില്ല. പക്ഷെ ChatGPT-ലോ ഗൂഗിളിലോ നോക്കിക്കഴിഞ്ഞാൽ കാണും, കാരണം അത് അങ്ങനെയാണല്ലോ, അത് കാണും. പക്ഷെ യൂട്യൂബ് വീഡിയോസ് ആരും കൊടുക്കുന്നില്ല, പ്രോപ്പർ സ്ട്രക്ചർ വരുന്നില്ല. സക്സസ് ഫാക്ടേഴ്സ് SAP-യുടെ അല്ല എന്നുള്ളത് ആരെങ്കിലും ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? നേരത്തെ അല്ലായിരുന്നു എന്നുള്ളത്. സക്സസ് ഫാക്ടേഴ്സ് SAP-യുടെ ആയിരുന്നില്ല, SAP വാങ്ങിയതാണെന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടായിരുന്നോ മുന്നേ സുരാഗ്? ഇല്ല. ഇങ്ങനെയുള്ള കുറെ ചരിത്രങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഒരു കൺസൾട്ടന്റ് എന്ന രീതിയിൽ അതൊക്കെ അറിഞ്ഞു വെക്കണം. ലുക്ക്, നമ്മള് ക്ലയന്റിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരു SAP, അതായത് SAP പോലെ ഒരു കമ്പനി, ഇപ്പൊ ഞാൻ ഇപ്പൊ സെയിൽസിന്റെ സൈഡിലാണെന്ന് വിചാരിച്ചോ, വൈ ഷുഡ് ബി യൂസ് SAP എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സക്സസ് ഫാക്ടർ ഞാൻ പറയും, SAP എന്ന് പറയുന്നത് IBM-നെ പോലെ തന്നെ. IBM ആണ് ലോകത്തിലെ ആദ്യത്തെ കമ്പനിയെങ്കിലും IBM കഴിഞ്ഞതിന് ശേഷം ഇത്രയും വർഷമായിട്ട് പിടിച്ചു നിൽക്കുന്ന ഒരേ ഒരു ERP അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ സൊല്യൂഷൻ എന്ന് പറയുന്നത് SAP ആണ്. ഒറാക്കിളൊക്കെ പിന്നെയാണ്, ഒറാക്കിളും ബാക്കിയെല്ലാം. അപ്പം അവര് പോലും സ്വന്തമായിട്ടൊരു സിസ്റ്റം ഉണ്ടായിരിക്കവേ പുറത്തുനിന്ന് ഒരെണ്ണം വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്ത് പവർഫുൾ എഞ്ചിൻ ആയിരിക്കും സക്സസ് ഫാക്ടേഴ്സ്, ഇല്ലേ? നമുക്ക് ഉണ്ടാക്കാൻ കഴിവുണ്ടായിട്ട് പോലും വേറൊരാൾ ഉണ്ടാക്കിയ ഒരു സാധനത്തിനെ വാങ്ങി മെർജ് ചെയ്ത് അത് പ്രൊഡക്റ്റായി വിൽക്കണമെന്നുണ്ടെങ്കിൽ അത് ആ ഒരു പ്രോഡക്റ്റ് എന്തുമാത്രം പവർഫുൾ പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പം ഇതൊരു ഫങ്ഷണൽ കൺസൾട്ടന്റ് എന്ന രീതിയിൽ നമുക്കും ഇത് അറിയണം. കാരണം ക്ലയന്റ് കുറെ പൊട്ടത്തിലൊക്കെ ചോദിക്കും, ഇത് ആ സിസ്റ്റത്തിൽ അത് പറ്റും, ഈ സിസ്റ്റത്തിൽ പറ്റും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും, അവരത് ചുമ്മാ തള്ളി വിടുന്നതായിരിക്കും. അപ്പൊ നമുക്കതിൽ പറയാനുള്ള മറുപടീസ് ഉണ്ടായിരിക്കണം, മറുപടിയും കാര്യമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ച് പോയാൽ മാത്രമേ ഒരു ഇന്റർവ്യൂ പോകുന്ന സമയത്ത് സക്സസ് ഫാക്ടേഴ്സിനെ പറ്റി നിങ്ങൾക്ക് എന്തുകൊണ്ട് സക്സസ് ഫാക്ടേഴ്സ് ഇത്രയും മാർക്കറ്റിൽ ബൂം വരുന്നുണ്ട്, എന്തുകൊണ്ട് സക്സസ് ഫാക്ടേഴ്സിനെ എല്ലാവരും ചൂസ് ചെയ്യണം. നാളെ നിങ്ങളുടെ ഇപ്പൊ ലോജിക്കൽ ക്വസ്റ്റ്യൻ ചുമ്മാ ചോദിക്കുകയാണ്, നാളെ നിങ്ങളുടെ അത് ചോദിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 60% തനിക്ക് സിസ്റ്റം അറിയാമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ താൻ പാസ്സായി. ഇനി തനിക്ക് ക്ലയന്റിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, തനിക്ക് സംസാരിക്കാൻ അറിയാമോ എന്നല്ലേ ഒരു നോക്കത്തുള്ളൂ. ലോക്ക് വെറുതെ സിസ്റ്റത്തിന് മുന്നേ ഇരുന്നിട്ട് കുറെ വർക്ക് ചെയ്യും, എനിക്ക് സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാരണം ഞാൻ ഈ പറഞ്ഞു, നോർമലി ഒരു ടീമിൽ 5ഉം 6ഉം പേര് ഒരുമിച്ചിട്ട് ഡിസ്കസ് ചെയ്തെടുക്കുന്ന കാര്യങ്ങളായിരിക്കും ഇതെല്ലാം. പക്ഷെ ഇവിടെ എങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈസിയുടെ മാത്രമാണ് കാര്യം ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ സുരാഗ് മാത്രമേ കാണത്തുള്ളൂ. സുരാഗിന്റെ മാനേജർ പോലും വരത്തില്ല. സുരാഗാണ് ഡയറക്റ്റ്ലി സംസാരിക്കുന്നത്, സുരാഗാണ് സൊല്യൂഷൻ കൊടുക്കുന്നത്, സുരാഗാണ് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി ഒരു 5-6 മോഡ്യൂൾസ് ഒരുമിച്ചുള്ള പ്രോജക്റ്റ് ആണ്. ഇപ്പൊ ഞാനൊരു 10 മാസം കൊണ്ട് ചെയ്ത് തീർത്തൊരു പ്രോജക്റ്റ് ഉണ്ട്. ഞങ്ങൾ 4 മോഡ്യൂൾസ് ഒരുമിച്ച് ചെയ്യുന്നത്. ഈ 4 മോഡ്യൂൾസ് ഒരുമിച്ചാണെങ്കിൽ ഞങ്ങൾ 4 കൺസൾട്ടൻസ് ഉണ്ടായിരിക്കും. 4 കൺസൾട്ടൻസും ക്ലയന്റുമായിട്ട് സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരും. പക്ഷെ അവനവന്റെ പണിക്ക് അവനവൻ അപ്രിസിയേഷൻ കിട്ടുകയും ചെയ്യും.
ടീം വർക്ക് എന്നുള്ളത് ഫൈൻ, ബട്ട് സ്റ്റിൽ നമുക്ക് നമ്മുടെ അപ്രിസിയേഷൻ കിട്ടിയിരിക്കും. ക്ലയന്റ് എപ്പോഴും പേരെടുത്തായിരിക്കും മെയിൽ അയക്കുന്നത്, അല്ലാതെ കമ്പനി പേരിലല്ല മെയിൽ അയക്കുന്നത്. അങ്ങനെ കുറെ വ്യത്യാസങ്ങൾ ഇവിടെ ഉണ്ട്. അത് പല സ്ഥലങ്ങളിലും ഉണ്ട്, പക്ഷെ ഇതിൽ കുറച്ച് കൂടുതലാണ്. കാരണം ഒരു എത്ര വലിയ കമ്പനിയോ എത്ര ചെറിയ കമ്പനിയോ ആയിക്കോട്ടെ, ഒരു HR പ്രോസസ് ഇല്ലാതെ ആ കമ്പനി മുന്നോട്ട് പോകില്ല. ഒന്ന്, ആ HR പ്രോസസ്സിനെ കുറച്ചും കൂടെ ഓട്ടോമേഷൻ ചെയ്യാൻ വേണ്ടി, ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ ഈ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഓട്ടോമേഷൻ. നമ്മൾ എറർ മെസ്സേജ് ഉണ്ടാക്കിയില്ലേ, അത് ഓട്ടോമേഷൻ അല്ലേ? നമ്മളത് എറർ മെസ്സേജ് ഉണ്ടാക്കിയതുകൊണ്ടല്ലേ പ്രോപ്പർ ആയിട്ട് എറർ വരാതെ തന്നെ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാൻ ഇപ്പോൾ എംപ്ലോയീസിനും HR-നും പറ്റുന്നത്. കാണേണ്ട കാര്യങ്ങൾ കാണേണ്ടത് മാത്രം വെച്ചിട്ടുള്ളതുകൊണ്ട് കൺഫ്യൂഷൻ മാറിയില്ലേ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത അവർക്ക് അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓൺ ചേഞ്ചിൽ വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ളപ്പോൾ വരും, ആവശ്യമില്ലാത്തപ്പോൾ വേണ്ട. ഇനി ആവശ്യമുള്ളപ്പോൾ വന്നോ ഇല്ലയോ, നമ്മൾ ഓൺ സേവും കൂടെ വെക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ എറർ മെസ്സേജിന്റെ കേസിൽ വന്നാൽ വാലിഡേറ്റ് ഓൺ ചേഞ്ചും വെച്ചു, ഓൺ സേവും വെച്ചു. ഓൺ ചേഞ്ചിലും അവർക്ക് അറിയുന്നുണ്ട്, എന്നിട്ട് ഒരു പ്രൊസീഡ് ചെയ്യാൻ പോയി, ഓൺ സേവിലും അവർക്ക് പണി കിട്ടി, എറർ തന്നെ അടിച്ചു. അപ്പൊ ഇതൊക്കെ ഓട്ടോമേഷൻ പ്രോസസ്സിൽ വരുന്നതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സിസ്റ്റത്തിനെ, ഒരു HR എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ക്ലയന്റ് തരുമോ അല്ലെങ്കിൽ നമ്മൾ ഡിസൈഡ് ചെയ്യണോ? അത് എങ്ങനെയായിരിക്കും? സ്പെസിഫിക് ആയിട്ടായിരിക്കും അവര് തരുന്നത്. അപ്പൊ സ്പെസിഫിക് ആയിട്ട് അപ്പൊ അവര് ഈ ഓൺ സേവോ ഓൺ വ്യൂ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയില്ല. പറയില്ല. റിക്വയർമെന്റ് കാണുമ്പോൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതെ, ഇപ്പൊ അവർ പറയാണ് എറർ മെസ്സേജ് വരണം. അപ്പൊ എറർ മെസ്സേജ് വരുമ്പോഴേക്കും അത് ഓൺ ചേഞ്ച് വേണോ ഓൺ സേവ് എന്നത് ക്ലയന്റ് അതെന്തോന്ന് ചോദിക്കും. പിന്നെ നമ്മൾ അത് പഠിപ്പിക്കേണ്ടി വരും. അത് നടക്കത്തില്ല. അത് നമുക്കത് കൊണ്ടുവരാന്ന് പറയും. കൊണ്ടുവരുമ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്തതിന് ശേഷം അവർക്ക് ഡെമോ കാണിക്കുമ്പോൾ നമ്മൾ ഓൺ ചേഞ്ച് മീൻസ് ഇപ്പോൾ വാല്യൂ മാറ്റി എറർ മെസ്സേജ് വന്നു. അപ്പം അതിൽ ഓക്കെ അടിച്ചപ്പം എറർ മെസ്സേജ് പോയെങ്കിലും ഇപ്പൊ മെയിലിന് പകരം ഫീമെയിൽ എന്ന് സെലക്ട് ചെയ്തപ്പോൾ എറർ മെസ്സേജ് വന്നു. നമ്മൾ ഓക്കെ അടിച്ചു, പക്ഷെ ഫീമെയിൽ അവിടെ കിടപ്പുണ്ട്. അപ്പൊ ക്ലയന്റിന് ഡൗട്ട് വരും, അല്ല ഫീമെയിൽ മാറിയില്ലല്ലോ എന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ പറയും ഇല്ല, സേവ് അടിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി മാറിക്കോളും. ഇതിപ്പോ നമ്മൾ വെറും സക്സഷൻ ഡാറ്റ മോഡൽ അല്ലെങ്കിൽ കോൺഫിഗർ ബിസിനസ് റൂളിൽ മാത്രം കളിച്ച കുറച്ച് ബിസിനസ് റൂളുകളാണ്. ഏറ്റവും കൂടുതൽ ബിസിനസ് റൂളുകൾ വരുന്നതും ഏറ്റവും കൂടുതൽ കോൺഫിഗറേഷൻസ് വരുന്നതും ഈ ജനറിക് ഒബ്ജക്റ്റില്ല. ഇതാണ് ഈ സിസ്റ്റത്തിന്റെ മറ്റൊരു ബാക്ക് ബോൺ. അതായത് മറ്റുള്ളവർ കാണാതെ നമുക്കൊരു സ്ക്രീൻ തന്നെ ഉണ്ടാക്കി വെച്ച് ഹൈഡ് ചെയ്യാം. ഒരു സ്ക്രീൻ ഉണ്ടാക്കി അതിനകത്ത് പല കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ ഒരുപാട്, ആദ്യത്തെ ഞാൻ ഡെമോ ക്ലാസ്സിൽ ഞാൻ കാണിച്ചു, സ്ക്രീനൊക്കെ ചെറുതായിട്ട് ഉണ്ടാക്കി കാണിച്ചതല്ലേ, ആ ഒരു പ്രോസസ്സിന്റെ ഒരു ഇതാണ്. ഫോർ എക്സാമ്പിൾ, ഇതിപ്പോ ഞാൻ എൻ്റെ പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി, ഇത് റിയൽ ടൈം ആയിട്ടുള്ള സാധനമാണ്. റിയൽ ടൈം പ്രോജക്റ്റാണ് ഞാൻ ചെയ്തു തരുന്നത്, യൂറോപ്പിലുള്ളത്. ഇവിടെ ഇപ്പൊ നോക്കിക്കോ, എഡിറ്റ് ചെയ്തു. ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു പോർട്ട്ലെറ്റ്, കസ്റ്റം പോർട്ട്ലെറ്റ് ആണ്. ഇതിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ എത്ര ഫീൽഡ് ഉണ്ട് ഇവിടെ? ഡേറ്റും ടൈപ്പും കൂടി 2. ഇത് പിക്ക് ലിസ്റ്റ് ആയിരിക്കുമല്ലോ, ഡ്രോപ്പ് ഡൗൺ. ഞാൻ ബിസിനസ് കാർഡ് ചോദിച്ചപ്പോ ഇപ്പൊ എത്ര എണ്ണം വന്നു? കാർഡ് നമ്പർ വന്നു, ഒരു CO3 എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടെ വന്നു. ഈ CO3 എന്ന് പറയുന്നതിന്റെ അകത്ത് അല്ല വേണ്ട, കുറെ ഫീൽഡ്. അതെനിക്ക് വീണ്ടും ആഡ് ചെയ്യാം, ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ്. ഇത്രയും ആഡ് ചെയ്ത് വച്ചിട്ടും ഞാൻ ഈ ടൈപ്പ് മാറ്റി കമ്മ്യൂട്ടിംഗ് എലമെന്റ്സ് സെലക്ട് ചെയ്തപ്പോൾ തന്നെ മുഴുവനും പോയി. എന്നിട്ട് വേറെ ഫീൽഡും വേറെ കാര്യങ്ങളും. ഇവിടെ എനിക്ക് എത്ര കമ്പനി വേണമെങ്കിലും ആഡ് ചെയ്യാം. അതുപോലെ ഈ മോഡോ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ഫീൽഡിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഒരു വാക്കിംഗ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ കമ്പനിയൊക്കെ പോയെന്നുള്ളൂ, വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഞാൻ കാറാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ
ഫീൽഡ് കണ്ടോ? കാറിന്റെ ബ്രാൻഡ് ഏതാണ്, കളർ ഏതാണ്, ലൈസൻസ് പ്ലേറ്റ് നമ്പർ ഏതാണ്. പാർക്കിംഗ് ഒരു ഡ്രോപ്പ് ഡൗൺ. പാർക്കിങ്ങിനകത്ത് ഞാൻ എസ് കൊടുത്തു കഴിഞ്ഞാൽ പാർക്കിംഗ് ലോട്ട് ഏതെന്ന് ചോദിക്കും. നോ കൊടുത്തു കഴിഞ്ഞാൽ പാർക്കിംഗ് ലോട്ട് ചോദിക്കില്ല. ഇനി ഇത് മുഴുവനും ഞാൻ എടുത്ത് മായ്ച്ചു കളഞ്ഞാൽ ഇത് പോകാത്തത് ആ ഒരു ഇതിലാണ്. ഒന്നുകൂടെ റിഫ്രഷ് ചെയ്യണം. റീലോഡ്. അവിടെ നോ സെലക്ഷൻ എന്നൊരു സാധനം കൊണ്ടുവരാനുണ്ട്. അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നോ സെലക്ഷൻ കൊടുത്താൽ മുഴുവനുമായിട്ടും പോയി ഇങ്ങനെ തന്നെ ഇരിക്കും. കണ്ടോ, ഇവിടെ ഒരു ഫീൽഡല്ലേ കാണുന്നുള്ളൂ, പക്ഷെ എത്ര ഫീൽഡ് ഉണ്ടായിരുന്നു അകത്ത് ഇല്ലേ? കമ്പനി ഇങ്ങനെ ആയിരിക്കില്ല വരുന്നത്. കമ്പനി എനിക്ക് ഇത്രയും ഫീൽഡ് ഉണ്ടായിരിക്കണം എന്ന് പറയും. പക്ഷെ അവർ ചോദിക്കും, നമുക്ക് അവരിങ്ങോട്ട് ചോദിക്കും, അതെ ഈ ടൈപ്പ് ഈ ബിസിനസ് കാർഡ് മാത്രം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാർഡ് നമ്പർ എന്നൊരു ഫീൽഡ് മാത്രം മതി, ബാക്കിയുള്ള ഫീൽഡ് ഹൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് അവർ ചോദിക്കും. ബട്ട് നമുക്കത് അറിഞ്ഞിരിക്കണം. ഇത് യൂട്യൂബിൽ നോക്കിയിട്ട് കാര്യമില്ല, ഗൂഗിളിൽ നോക്കിയിട്ടും കാര്യമില്ല, കിട്ടത്തില്ല. 100% ഗ്യാരണ്ടി. ഞാൻ ഫുൾ പേയ്മെന്റ് തിരിച്ചുതരാം. അത്രയും ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ എന്റെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത്. ചുമ്മാ കുറെ ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ ഈ വിസിബിലിറ്റി ഇത് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് നമ്മുടെ സൈഡിൽ നിന്ന് ഇൻപുട്ട് ചെയ്ത് തലവർക്കല്ല, അത് ഞാൻ പഠിപ്പിച്ചു തരും. നിങ്ങൾക്കത് ഈസി ആയിട്ട് ഞാൻ പഠിപ്പിച്ചു തരും. പക്ഷെ ആ ടോപ്പിക്കാണ് നമ്മൾ ഇനി അടുത്തത് തുടങ്ങാൻ പോകുന്നത്, ഫൗണ്ടേഷൻ ടേബിൾ. ഇതുവരെ പഠിച്ചത് നിങ്ങളുടെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യങ്ങളാണ്. 25% മാത്രമേ ഉള്ളൂ. ഇത് കംപ്ലീറ്റ് മുഴുവൻ ചെയ്യുമ്പോഴാണ് നമ്മൾ 50% കംപ്ലീറ്റ് ചെയ്യുന്നത്. 50% ഇതൊരു 2.5 വീക്സ് 2 വീക്സ് എന്തായാലും എടുക്കും. കറക്റ്റ് 10 ദിവസം എടുക്കും എല്ലാം കൂടെ തീരണമെങ്കിൽ. പിന്നെ സുരാഗ് കുറച്ചും കൂടെ പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരാളായതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് തീരാം. 50% മുതൽ 75% വരെ ഈ സിസ്റ്റത്തിന്റെ 50% എന്ന് പറയുന്ന ഒരു ബാക്ക് ബോൺ ആയിട്ടുള്ള പൊസിഷൻ മാനേജ്മെന്റ് സെറ്റിംഗ്സ്, ഇതിന്റെ ഇംപ്ലിമെന്റേഷനാണ് പഠിക്കുന്നത്. പൊസിഷൻ മാനേജ്മെന്റ് സെറ്റിംഗ്സ് സംതിങ് റിലേറ്റഡ് ടു ലൊക്കേഷൻ ആണോ? അല്ല, പൊസിഷൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. ഓക്കെ, ഇത് ആ കോൺസെപ്റ്റ് ഞാൻ പഠിപ്പിച്ചിട്ട് മനസ്സിലാവും. ഇതിന്റെ ഇംപ്ലിമെന്റേഷനാണ് പഠിക്കുന്നത്. ഇത് വെറും ഒരു ഓവർവ്യൂ അല്ല, ഫ്രം ദ സ്ക്രാച്ച് നമ്മൾ ക്രിയേറ്റ്. ഈ സിസ്റ്റത്തിൽ ഇല്ല. ഫ്രം ദ സ്ക്രാച്ച് ഇത് എങ്ങനെ എനേബിൾ ചെയ്യുന്നു, പെർമിഷൻ എങ്ങനെ കൊടുക്കുന്നു, എന്തൊക്കെ സെറ്റിംഗ്സാണ് വേണമെന്നുള്ളത് ഇംപ്ലിമെന്റേഷനാണ് പഠിക്കുന്നത്. ഈ ഒരു ഇംപ്ലിമെന്റേഷൻ അത് പഠിപ്പിക്കാൻ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. 8 ലക്ഷം കമ്പനികൾ ഇപ്പോൾ സക്സസ് ഫാക്ടേഴ്സ് ഉപയോഗിക്കുന്നെങ്കിൽ വെറും 2-3 ലക്ഷം കമ്പനി മാത്രമേ ഇത് നിലവിൽ ഉപയോഗിക്കുന്നുള്ളൂ. ഇതിപ്പോഴും കമ്പനികൾ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ പ്രോപ്പർ സ്ട്രക്ചർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 75% കഴിഞ്ഞാൽ ബാക്കി വരുന്ന 100% വരെ. ഇതിന് ശേഷമാണ് നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്നത് ഈ ഫ്രണ്ട് എൻഡിൽ ശരിക്കും ഈ HR എന്തൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഹയർ ചെയ്യുന്നത്, എങ്ങനെയാണ് ടെർമിനേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, പ്രൊമോഷൻ കൊടുക്കുന്നത്, സസ്പെൻഡ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ ലുട്ടിലൊടുക്ക് ചെറിയ കാര്യങ്ങൾ, ഈ സിസ്റ്റത്തിന്റെ ഹോം പേജ് എങ്ങനെയാണ് മാറ്റുന്നത്, ഈ ക്വിക്ക് ആക്ഷൻ എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ തുടക്കത്തിലെ ഞാൻ ഈ അവസാന 100% പഠിപ്പിച്ചിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാര്യമില്ല, വേസ്റ്റ് ഓഫ് ടൈമാണ്. തുടക്കത്തിലെ നിങ്ങൾക്ക് ഞാൻ ഈ 25% പഠിപ്പിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഇനി 25 മുതൽ 50 വരെയുള്ള അല്ലെങ്കിൽ ഈ ഇത് നിങ്ങൾക്ക് സുഗമമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഒരു ഓൺ ചേഞ്ച് എന്താണെന്നോ ഓൺ സേവ് എന്താണെന്നോ വാലിഡേറ്റ് എന്താണെന്നോ പറയാൻ എളുപ്പമാണ്, മനസ്സിലാവും പെട്ടെന്ന്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പം ബേസിക്സ് എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് എൻഡ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് പെട്ടെന്ന് ഈ ഫൗണ്ടേഷൻ ഒബ്ജക്റ്റോട്ട് വന്നു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കേ, ഇല്ലേ? ഒന്നും മനസ്സിലാവത്തില്ല. തല വേറെ വാല് വേറെ എന്നൊരു കൺസെപ്റ്റ് ആയിപ്പോ. പക്ഷെ മിക്ക അക്കാഡമി പഠിപ്പിക്കുന്ന ഈ ഒരു പൊട്ടത്തരവാ. ആദ്യം അവർ ഈ ഫ്രണ്ട് എൻഡിൽ കാണിക്കുന്ന ഹയറും, ഈ ഹയർ എവിടെന്നാ വരുന്നത്, ഈ ഫീൽഡൊക്കെ എവിടെന്നാ വരുന്നത്, ഇത് എന്താണ് ഈ ഫീൽഡ് എല്ലാം, ഈ ഫീൽഡിന്റെ കോഡ് എന്താണ് അല്ലെങ്കിൽ ലേബൽ എന്താണ്, ഇതൊന്നും മനസ്സിലാക്കാതെ ചുമ്മാ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് എൻഡ് യൂസർ അല്ലേ, സിസ്റ്റം ഉപയോഗിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന ഒരു പ്രോസസ് അല്ലേ. ഇപ്പൊ ഫോൺ ഉപയോഗിക്കാൻ അറിയാത്ത ഒരാൾക്ക് ഇന്ന ഫോൺ ഉപയോഗിക്കാൻ പഠിപ്പിക്കും. ഇപ്പൊ എനിക്ക് മാക് ബുക്ക് ഞാൻ പഠിച്ചു വന്നതുപോലെ പുതിയതായിട്ടൊരു സിസ്റ്റം വന്നപ്പോഴേക്കും അത് ഉപയോഗിക്കാൻ പഠിച്ചു, അത്രേ ഉള്ളൂ.
പക്ഷെ ഇത് എവിടെ നിന്ന് വരുന്നു, ഇതിന്റെ ബാക്ക് എൻഡ് എവിടെയാണ്, അതാണ് നമ്മൾ തുടക്കം മുതൽ പഠിച്ചത്. സിസ്റ്റം കിട്ടിയിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കോ. സിസ്റ്റം എങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ ടെൻഷൻ ആവണ്ട, അപ്പൊ തന്നെ അടുത്ത് വരും, പേടിക്കേ വേണ്ട. അതില്ലാന്ന് പറഞ്ഞ ടെൻഷൻ അടിക്കേണ്ട. ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ട് 4 കോഴ്സ് നമുക്ക് മാർച്ചിൽ തീരുമെങ്കിലും, ഫെബ്രുവരി ഇപ്പം ജനുവരി പകുതിയായി, മാർച്ചിൽ തന്നെ തീരുമെങ്കിലും എന്തോന്നാ സിസ്റ്റം ഞാൻ മെയ് വരെ തരുന്നുണ്ട്. അതുകൊണ്ട് അത് പേടിക്കണ്ട, ഞാൻ പ്രോമിസ് ചെയ്തപോലെ തരുന്നുണ്ട്. അതുവരെ ഒരു ഇന്ററപ്റ്റും ഇല്ല. ഇതേപോലെ SAPയുടെ സൈഡിൽ നിന്ന് ഡിലേ വരുന്നതല്ലാതെ എൻ്റെ സൈഡിൽ ഡിലേ വരത്തില്ല. ഓക്കെ ആണോ? ചിരാഗേ ഓക്കെ ഓക്കെ കേൾക്കുന്നില്ല? ഹലോ, ഓക്കെ കട്ടായി പോയത്. ഓക്കെ, ഓക്കെ ഓക്കെ ഞാൻ മനസ്സിലായി. ശരി. അപ്പൊ ഞാൻ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. ആൻഡ് ഇനി ഹാപ്പി വീക്കെൻഡ് ആൻഡ് വി ക്യാൻ സീ ഓൺ ട്യൂസ്ഡേ. ട്യൂസ്ഡേ ഓക്കെ. ബുദ്ധിമുട്ടാണോ? മൺഡേ ഫ്രൈഡേ ഇല്ല, മൺഡേ ഇല്ല അല്ലേ? ഫ്രൈഡേ മൺഡേ ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. then see you on Tuesday. അപ്പോ Okay. By the time I'll practice, അതെ any ഫ്രൈഡേ questions ഉണ്ടെങ്കിൽ ഞാൻ സാറ്റർഡേ സൺഡേ വാട്സാപ്പിൽ ഷൂട്ട് മൺഡേ ചെയ്യാം. മതി, ഒരു കുഴപ്പമില്ല. 4 ദിവസം അടുപ്പിച്ച് കിട്ടുന്നുണ്ട്. 4 ദിവസം ഈ ഇപ്പൊ ഉപയോഗിക്കുന്ന 1 മണിക്കൂർ ഉപയോഗിച്ചാലും മാത്രം മതി പ്രാക്ടീസ് ചെയ്യാൻ. Okay, okay. Sure. താങ്ക് യു. Okay. Thank you, Kevin. Take care. Bye. ബൈ.